അറിയില്ല ദൈവമേ, എനിക്കെന്തു വേണമെന്ന് അരുളുമോ ദൈവമേ, ഞാനെന്തു വേണമെന്ന്. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 41 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. എളിയവനെ ആദരിക്കുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ വളരെ അപൂർവമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാം നമുക്കടുത്ത് തന്നെ ഉണ്ടെങ്കിലും ചില നിമിഷങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ളൊരു അവസരം കിട്ടത്തുള്ളൂ. ആ സമയം കണ്ണടയ്ക്കാതെ അവരെ കരുതേണ്ടതുപോലെ കരുതിയാൽ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുന്ന വചനം. അനർത്ഥ ദിവസം കടന്നു വരുന്ന ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്പം നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥ ദിവസം ഉണ്ടായിരിക്കും ദൈവമക്കളെ. അന്ന് ആ എളിയവനെ ആദരിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ കരുതുന്ന ഒരു കരുതലുണ്ട്. അത് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കരുതൽ, ആരും കണ്ടിട്ടില്ലാത്ത കരുതൽ, ആർക്കും ആവാത്തൊരു കരുതൽ സ്വർഗത്തിലെ ദൈവം കരുതും. ദൈവത്തിന് സ്തോത്രം. എളിയവനെ ആദരിച്ചത് നിമിത്തം സ്വർഗത്തിലെ ദൈവം അനർത്ഥ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അനർത്ഥ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവൻ നമ്മളെ വിടുവിക്കും. ആ ഒറ്റൊരു വിടുതൽ ദൈവമക്കളെ, ഇത് പണം കൊടുത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൂലിക്ക് നിർത്തിയോ ഒന്നും നേടുന്നതല്ല. എളിയവനെ ആദരിച്ചൊരു ദിവസം ഉണ്ടായിരുന്നില്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പെട്ടുപോകുന്നൊരു ദിവസമൊക്കെ ഉണ്ടാകും ദൈവമക്കളെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ദിവസം നമുക്കൊരു അനർത്ഥകാലം നമ്മൾ അറിയാതെ തന്നെ ആണെങ്കിലും ഒരു അനർത്ഥ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ വിടുതലുണ്ട്. വിടുതലിന് കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, എളിയവനെ ആദരിച്ച ആ ഒരു നന്മ മാത്രം. ദൈവമക്കളെ, ഈ ചെയ്യുന്നതിനെല്ലാത്തിനും കൂലിയും പ്രതിഫലം നമുക്കുണ്ട്. ഈ ചെറിയവന് ചെയ്തതെല്ലാം എനിക്കാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവെ, എപ്പോഴാണ് ദൈവമക്കളെ നമ്മളത് തിരിച്ചറിയുന്നത്? അതുകൊണ്ട് തിരിച്ചറിയുവാൻ ഇടയാകുമ്പോൾ ചെയ്ത പ്രവൃത്തിയെ ഓർത്തുകൊണ്ട് സന്തോഷിക്കാൻ ഇടയാകട്ടെ. നമ്മൾ പെട്ടെന്നെടുക്കുന്ന ഈ തീരുമാനം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, ഇതിൻ്റെ ആവശ്യം നമുക്ക് എന്തായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ പലരും കാണും. പക്ഷേ എളിയവനെ ആദരിച്ചത് കർത്താവിൻ്റെ നാമത്തിലാണെങ്കിൽ സ്തോത്രം ദൈവമക്കളെ, അനർത്ഥ ദിവസം വരുന്ന അന്ന് ആ എളിയവരെ നോക്കിയതിൻ്റെ പേരിൽ ഒരു വിടുതൽ നമുക്ക് ദൈവം തരും. ഇതൊരു അല്പ വിടുതലല്ല, വലിയൊരു വിടുതൽ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും എന്ന് പറഞ്ഞു. ദൈവമക്കളെ, എത്ര നന്മയാണ് എളിയവനെ ആദരിച്ചത് നിമിത്തം കിട്ടിയത്. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കല. ശത്രു ആരായിരിക്കട്ടെ, എത്ര വലിയവരായിരിക്കട്ടെ, എത്ര കരുത്തുള്ളവരായിരിക്കട്ടെ, അവരുടെ ഇഷ്ടത്തിനൊന്നും ദൈവം നമ്മളെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയിൽ താങ്ങും. ഹല്ലേലൂയ. എന്തെല്ലാം കാര്യങ്ങൾ എളിയവനെ ആദരിച്ചതിൻ്റെ പേരിൽ കർത്താവ് നൽകുന്ന നന്മയത്ര വലുതാ ദൈവമക്കളെ. യഹോവ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. വേറെ ആരുമല്ല, കർത്താവ് അത് ചെയ്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ര മഹത്വമുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാൻ മറക്കാതിരിക്കട്ടെ. ഇതൊന്നും ആരും കാണുന്ന പ്രവൃത്തിയല്ല, പക്ഷേ സ്വർഗത്തിലെ ദൈവം മുഴുവനായി കാണുന്ന ദൈവമക്കളെ. നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന നല്ല പ്രവൃത്തി ചെയ്യുവാൻ ഇനിയുള്ള കാലം കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. നമുക്കതിനുള്ള മനസ്സുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കേൾപ്പിച്ച നല്ല വചനത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതേ അനർത്ഥ ദിവസത്തിലെ യഹോവ അവനെ വിടുവിക്കുമെന്ന് എൻ്റെ കർത്താവെ, മാത്രമല്ല എത്രയോ വലിയ നന്മയാ കർത്താവെ അതിൽ ദൈവം കേൾപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. അനർത്ഥകാലം വരുമ്പോൾ കർത്താവെ വലിയൊരു വിടുതൽ തരുവാൻ എൻ്റെ കർത്താവെ ഒരു നിമിത്തം, ഒരു കാര്യം മാത്രമായിരുന്നു എളിയവനെ ആദരിച്ച നിമിത്തം. അതുമാത്രമല്ല, രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ എൻ്റെ കർത്താവെ ആ കിടക്കയെ മാറ്റി വിരിക്കുന്ന ദൈവം, സൗഖ്യപ്പെടുത്തുന്ന ദൈവം. എൻ്റെ കർത്താവെ, എത്ര വൻകാര്യങ്ങളാണ് സ്വർഗത്തിലെ ദൈവം നൽകുന്നത്. കർത്താവെ, ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ, പറയേണ്ടതുപോലെ പറയുവാൻ, മാനിക്കേണ്ടതുപോലെ മാനിക്കാൻ, എൻ്റെ കർത്താവെ കരുതേണ്ടതുപോലെ കരുതി പോകുവാൻ കർത്താവ് സഹായിക്കണമേ.
ചെയ്യുന്നതെല്ലാം ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഇടയാകണമേ. എൻ്റെ കർത്താവെ, ഏത് ശുശ്രൂഷ ചെയ്താലും അത് യഹോവയ്ക്ക് പ്രസാദമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. എവിടെയെങ്കിലും ഏതെങ്കിലും വിവാഹത്തിന് കർത്താവ് എന്തെങ്കിലും ഒരു കുറവ് വശം വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതാവേ, അവ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയാതെ ചെയ്തു പോയ എല്ലാ കുറവുകളും ദൈവം ക്ഷമിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.